ഒരു സാഡലിൻ്റെ കോൺടാക്ടറിൽ എപ്പോഴും രണ്ട് വലുതും ഒരു ചെറിയ കോൺടാക്ടറുമാണ് നമ്മൾ കാണാറുള്ളത്. ഞാനിതിൻ്റെ കാൽക്കുലേഷനാണ് കാണിച്ചു തരുന്നത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു സ്റ്റാഡലിൻ്റെ കോൺടാക്ടറിന് എങ്ങനെയാണ് നമ്മൾ കോൺടാക്ടർ സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലോഡ് അനുസരിച്ച് എങ്ങനെയാണ് നമ്മളൊരു കോൺടാക്ടർ സെലക്ട് ചെയ്യുക എന്നതിനെ പറ്റിയുള്ള ഒരു കാൽക്കുലേഷൻ വീഡിയോ ആണ്. ഡ്യുവൽ സ്റ്റാർട്ടർ ആണെങ്കിലും സ്റ്റാഡലിൻ്റെ കോൺടാക്ടർ ആണെങ്കിലും നമ്മൾ എങ്ങനെയാണ് ഒരു കോൺടാക്ടർ സെലക്ട് ചെയ്യുക, അതിൻ്റെ സ്റ്റാർ കോൺടാക്ടർ ഏതാണ് സെലക്ട് ചെയ്യുക, ഡെൽറ്റ കോൺടാക്ടർ ഏതാണ് സെലക്ട് ചെയ്യുക എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോ. ഈ വീഡിയോ മുഴുവനായും കണ്ടാൽ നിങ്ങൾക്ക് അതിനെ കാൽക്കുലേറ്റ് ചെയ്ത് കോൺടാക്ടർ സൈസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ വെബ്സൈറ്റിൽ കയറിയാൽ ഇതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാനതിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങൾ പലരും കണ്ടിരിക്കും സ്റ്റാർ ഡെൽറ്റ കോൺടാക്ടറുകൾ. സ്റ്റാറിൻ്റെ കോൺടാക്ടർ ചെറുതും ഡെൽറ്റയുടെ കോൺടാക്ടർ വലുതുമായിരിക്കും. അതായത് രണ്ട് ടൈപ്പ് കോൺടാക്ടറുകളായിരിക്കും. ഡെൽറ്റയ്ക്ക് മെയിനും വലിയ കോൺടാക്ടറുകളും, സ്റ്റാർ കോൺടാക്ട് ചെറുതുമായിരിക്കും. അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ മുഴുവനായി നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതാണ്. തുടർന്ന് വീഡിയോ മുഴുവനായും കാണണം. സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും കാണുക. നിങ്ങളൊരു ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കോൺടാക്ടർ സെലക്ഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് സൈസ് ചെയ്യുക എന്നതിനെപ്പറ്റി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും അപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. ഇലക്ട്രിക്കലിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾക്കായി നമ്മുടെ ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക. www.touchforyou.com എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് നേരെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഇതുപോലെ കാണാവുന്നതാണ്. അതിൽ കയറിയാൽ നിങ്ങൾക്ക് കൂടുതൽ ആർട്ടിക്കിളുകൾ ഇലക്ട്രിക്കലിനെ പറ്റി കാണാവുന്നതാണ്. സ്റ്റാർ ഡെൽറ്റ, ഡ്യുവൽ സ്റ്റാർട്ടർ എന്നിവയെ പറ്റി ഞാൻ അതിൻ്റെ ഡ്രോയിങ്ങുകളും മറ്റും ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നേരെ അതിൽ കയറി വാച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് തുടർന്ന് വീഡിയോയുടെ ടോപ്പിക്കിലേക്ക് പോകാം. സ്റ്റാർ ഡെൽറ്റ കോൺടാക്ടർ അല്ലെങ്കിൽ ഡ്യുവൽ സ്റ്റാർട്ടറിൻ്റെ കോൺടാക്ടർ എങ്ങനെയാണ് സൈസ് ചെയ്യുക എന്നതിനെ പറ്റിയുള്ള കാൽക്കുലേഷനിലേക്ക് പോവുകയാണ്. കോൺടാക്ടർ സൈസ് ചെയ്യുന്നതിനെപ്പറ്റി നിങ്ങൾ ഈ വീഡിയോ സെലക്ട് ചെയ്തതിന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവുകയാണ്. നമുക്ക് രണ്ട് ടൈപ്പ് സ്റ്റാർട്ടറുകളാണ് വരുന്നത്. ഒന്നാമത്തേത് ഡ്യുവൽ സ്റ്റാർട്ടർ, രണ്ടാമത്തേത് സ്റ്റാർ ഡെൽറ്റ എന്നിങ്ങനെയാണ്. ഡ്യുവൽ വരുമ്പോൾ നമുക്ക് ഒരു കോൺടാക്ടർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് എങ്ങനെയാണ് അതിൻ്റെ കാൽക്കുലേഷൻ ചെയ്യുക എന്ന് ചോദിച്ചാൽ, നമ്മുടെ മോട്ടോറിൻ്റെ നെയിം പ്ലേറ്റിൽ നമുക്ക് FLC എഴുതിയിട്ടുണ്ടാവും. FLC എന്ന് പറഞ്ഞാൽ ഫുൾ ലോഡ് കറണ്ട് എന്നാണ്. അതായത് FLC ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. FLC എന്ന് പറഞ്ഞാൽ ഫുൾ ലോഡ് കറണ്ട് എന്നാണ്. ഫുൾ ലോഡ് കറണ്ട് എന്ന് പറഞ്ഞാൽ അതായത് മാക്സിമം എടുക്കുന്ന ആംസ് എത്രയാണോ അതാണ് ഈ ഫുൾ ലോഡ് കറണ്ട് എന്ന് പറയുന്നത്. അത് നോക്കിയിട്ടാണ് നമ്മൾ ഇത് കോൺടാക്ടർ സെലക്ട് ചെയ്യുക. ഫുൾ ലോഡ് കറണ്ട് എത്രയാണോ, ഇപ്പോൾ 10 ആംസ് ആണ് അതിൻ്റെ ഫുൾ ലോഡ് കറണ്ടെങ്കിൽ നമുക്ക് ഈ 10 ആംസിൻ്റെ തന്നെ കോൺടാക്ടർ ഉപയോഗിച്ചാൽ മതിയാവും. 10 ആംസ് കോൺടാക്ടർ തന്നെ ഉപയോഗിച്ചാൽ മതിയാവും. അതായത് ഇതുപോലെ ഒരു കോൺടാക്ടർ, ഇത് A40 എന്ന് എഴുതിയിട്ടുണ്ട്. A40 എന്ന് പറഞ്ഞാൽ 40 ആംസ് എടുക്കുന്നതാണ്. ഇതിൽ എഴുതിയിട്ടുണ്ടാവും 40 ആംസ് ആണ് ഇതിൻ്റെ മാക്സിമം കപ്പാസിറ്റി. സ്റ്റാർ ഡെൽറ്റ എന്താണെന്ന് നോക്കാം. സ്റ്റാർ ഡെൽറ്റ എന്ന് പറയുമ്പോൾ രണ്ട് വലിയ കോൺടാക്ടറുകളും ഇതുപോലെ ഒരു ചെറിയ കോൺടാക്ടറുമാണ് നമുക്ക് ലഭിക്കുക. ഇത് മെയിൻ, ഇത് ഡെൽറ്റ, ഇത് സ്റ്റാർ എന്നിങ്ങനെയാണ് വരിക. അതായത് ഈ രണ്ട് കോൺടാക്ടറുകളെ അപേക്ഷിച്ച് ഈ മൂന്നാമത്തെ കോൺടാക്ടർ ചെറുതാണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ. ഇത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുകയെന്ന് ചോദിച്ചാൽ, ഈ മെയിൻ കോൺടാക്ടർ, മെയിൻ ആൻഡ് ഡെൽറ്റ, നമുക്ക് ഫുൾ ലോഡ് കറണ്ടിൻ്റെ, അതായത് മുമ്പ് പറഞ്ഞ പോലെ FLCയുടെ ഇൻറ്റു 58% ആണ് നമ്മൾ എടുക്കേണ്ടത്. അതായത് FLC നമുക്ക് 10 ആംസ് എന്ന് കണ്ടാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 10 ആംസ് ഇൻറ്റു 58% അടിക്കുക. അതായത് 10 ഇൻറ്റു 0.58 എന്നടിച്ചു കഴിഞ്ഞാൽ
നമുക്ക് ഇതിൻ്റെ ആൻസർ എത്ര കിട്ടുമെന്ന് ചോദിച്ചാൽ 5.8 ആംസ് കിട്ടും. ഈ 5.8 ആംസ് എന്ന് പറയുമ്പോൾ ഏകദേശം 6 ആംസ് മെയിൻ, അതായത് ഈ മെയിനും 1ഉം 2ഉം കോൺടാക്റ്റുകൾ 6 ആംസിൻ്റെ മതിയാവും. ഈ 58% എങ്ങനെയാണ് ലഭിക്കുന്നതെന്ന് പറഞ്ഞാൽ 1/√3 എന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുമെന്ന് നോക്കാം. അത് കാൽക്കുലേറ്റർ 1/√3 അടിച്ചാൽ നമുക്ക് 57 സംതിങ് കിട്ടുന്നതാണ്. 57.7 കിട്ടും, അതായത് 58%. അതായത് 1/1.732 ആണ്. അതായത് √3യുടെ വാല്യൂ നമുക്ക് 1.732 ആണ്. അതായത് ഇങ്ങനെ നമ്മൾ 1/1.732 എന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് 57.7 കിട്ടുന്നതാണ്. അതായത് 5ന് മേളിലാണെങ്കിൽ എപ്പോഴും നമുക്ക് ഡിജിറ്റ് ഇങ്ങേപ്പുറത്തേക്ക് മാറ്റാവുന്നതാണ്. അതായത് 58, അതായത് ഈ വാല്യൂ നമുക്ക് ലഭിക്കുന്നതാണ്. അതായത് FLC 10 ആംസ് ആണെങ്കിൽ ഡിവൈഡർ 58% അടിച്ചു കഴിഞ്ഞാൽ നമുക്ക്, അതായത് 10/0.58 എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 5.8 കിട്ടുന്നതാണ്. അതായത് നമ്മുടെ ഈ 1ഉം 2ഉം കോൺടാക്റ്റിൻ്റെ വാല്യൂ 5.8 ആംസ് ആണ്. ഇനി നമുക്ക് ഈ സ്റ്റാർ കോൺടാക്ടർ, അതായത് ഈ കാണുന്ന സ്റ്റാർ കോൺടാക്ടർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഈ സ്റ്റാർ കോൺടാക്ടറിൻ്റെ വാല്യൂ നോക്കാം. ഇത് സ്റ്റാർ കോൺടാക്ടർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനായി FLC ഇൻറ്റു 33% ആണ്. അതായത് FLC ഇൻറ്റു 0.33 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സ്റ്റാറിൻ്റെ വാല്യൂ കിട്ടുന്നതാണ്, സ്റ്റാർ കോൺടാക്ടറിൻ്റെ വാല്യൂ കിട്ടുന്നതാണ്. അതായത് FLC 10 ആംസ് ആണെങ്കിൽ ഇൻറ്റു 0.33 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ 33% കാണണം. ഇതിൻ്റെ 33% എന്ന് പറയുന്നത് = 3.333 എന്നിങ്ങനെ വരുന്നതാണ്. അതായത് ഈ സ്റ്റാർ കോൺടാക്ടറിൻ്റെ വാല്യൂ 3.33 ആംസ് ആണ്. അതായത് 33 എന്ന് പറയുന്ന ഈ വാല്യൂ നമുക്ക് കിട്ടാറില്ല. അല്ലെങ്കിൽ 4 ആംസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. 4 ആംസിൻ്റെ എബോ നമുക്ക് കോൺടാക്ട് ഈ സ്റ്റാർ പോയിൻറ്റിന് വഴി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ 33 എങ്ങനെയാണ് ലഭിച്ചതെന്ന് നോക്കാം. അതായത് 1/3 എന്നടിച്ചു കഴിഞ്ഞാൽ വാട്ട് ഈസ് FLC? FLC മീൻസ് ഫുൾ ലോഡ് കറണ്ട് എന്നാണ്. ഫുൾ ലോഡ് കറണ്ട് എന്നാണ് പറയുന്നത്. FLC മീൻസ് ഫുൾ ലോഡ് കറണ്ട് എന്നാണ്. ഇനി ഫുൾ ലോഡ് കറണ്ട് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. അതായത് ഒരു മോട്ടോറിൽ നമ്മൾ നെയിം പ്ലേറ്റിൽ നോക്കിയാൽ കിലോ വാട്ട് കാണാം. കിലോ വാട്ട് 10 കിലോ വാട്ട് ഉള്ള ഒരു മോട്ടറിൻ്റെ FLC ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അതായത് മോട്ടറിൻ്റെ നെയിം പ്ലേറ്റിൽ ഇതുപോലെ ഈ വല സൈഡിൽ കാണുന്ന പോലെ നെയിം പ്ലേറ്റിൽ നമുക്ക് കിലോ വാട്ട് കാണാവുന്നതാണ്. ഈ കിലോ വാട്ടിൽ മാത്രമേ ഉള്ളൂ. FLC ഇല്ല എങ്കിൽ നമ്മൾ FLC കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതിനെ പറ്റിയാണ് പറയുന്നത്. അതിനായി ഈ FLCയെ നമുക്ക് വാട്ട്സിലേക്ക് മാറ്റണം. ഇത് 10 കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വാട്ട്സിലേക്ക് മാറ്റുന്നതിനായി വാട്ട്സ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനായി വാട്ട്സ് ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു 1000 എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വാട്ട്സ് കിട്ടുന്നതാണ്. അതായത് 10,000. അതായത് 10,000 എന്ന് നമുക്ക് കിട്ടുന്നതാണ്. അതായത് 10,000 വാട്ടാണ് 10 കിലോ വാട്ട് എന്ന് പറയുന്നത്. ഇനി ഇത് നമ്മൾ നേരെ FLCയിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്.
ഈ വാട്ട്സിനെ നമുക്ക് FLCയിലേക്ക് മാറ്റുന്നതിനായി സിമ്പിൾ ട്രിക്കുണ്ട്. അതിനായി നമുക്ക് വാട്ട്സ് ഡിവൈഡഡ് ബൈ 576 എന്നടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ FLC കിട്ടുന്നതാണ്. അതായത് FLC ഈസ് ഈക്വൽ ടു വാട്ട്സ് ഡിവൈഡഡ് 576. അതായത് 10,000ൻ്റെ ഇവിടെ നമുക്ക് വാട്ട്സ് 10,000 ആണ്. 10,000 ഡിവൈഡഡ് 576 എന്നടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 17.36111 എന്നിങ്ങനെ ആംസ് കിട്ടുന്നതാണ്. അതായത് ഇതാണ് ഇതിൻ്റെ ആംസ്. അതായത് 10 കിലോ വാട്ടിൻ്റെ ഒരു മോട്ടറിന് ഫുൾ ലോഡ് കറണ്ട് 17.36 എന്ന് കിട്ടുന്നതാണ്. അതായത് ഏകദേശം 17.5 ആംസ് എന്ന് നമുക്ക് എടുക്കാവുന്നതാണ്. ഇതാണ് ഇതിൻ്റെ FLC. ഇത് നമുക്ക് ഇതിനുള്ള മെയിൻ കോൺടാക്ടറിനുള്ള OLR എങ്ങനെയാണ് നമുക്ക് സെറ്റ് ചെയ്യാൻ നോക്കാം. OLR അതായത് OLRൻ്റെ മീൻസ് ഓവർലോഡ് റിലേ എന്നാണ്. ഓവർലോഡ് റിലേ. OLR നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് അതിൻ്റെ ലോ വാല്യൂവും ഹൈ വാല്യൂവും രണ്ടും കാണേണ്ടതുണ്ട്. അതായത് അതിൻ്റെ റേഞ്ച് എത്രയാണ് വേണ്ടതെന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. OLRന് എപ്പോഴും 2 റേഞ്ച് കാണും. അതായത് ലോ റേഞ്ച് പിന്നെ അതിൻ്റെ മാക്സിമം റേഞ്ചുമാണ് കാണേണ്ടത്. അത് ലോ കാൽക്കുലേറ്റ് ചെയ്യണം, അതിൻ്റെ മാക്സിമവും നമുക്ക് അറിയേണ്ടതുണ്ട്. ലോ കാൽക്കുലേറ്റ് ചെയ്യാനായി നമുക്ക് FLC ഇൻറ്റു 80% ആണ്. FLCയുടെ 120% ആണ് നമ്മൾ മാക്സിമം റേഞ്ച് എടുക്കുന്നത്. ഇത് നമുക്ക് 10 ആംസാണ് നമ്മുടെ FLC. നമുക്ക് 10 ആംസാണ് കിട്ടിയതെങ്കിൽ നമ്മൾ 10 ഇൻറ്റു 0.8 അടിക്കുക. 0.8 എന്ന് പറഞ്ഞാൽ 80% ആണ്. 0.8 അടിക്കുക. ഇനി FLCയുടെ മാക്സിമം കാണാനായി 10 ഇൻറ്റു 120 എന്നുള്ളത് 1.2 ആണ്. 1.2 എന്നടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് കിട്ടുന്നതാണ്. ഇത് മാക്സിമം 12 ആംസ്. ഇത് 8 ആംസും ആയിരിക്കും. അതായത് ഇങ്ങനെയാണ് നമ്മൾ ഒരു OLR കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് FLCയുടെ 80% ലോയും മാക്സിമം റേഞ്ച് കിട്ടുന്നതിന് FLCയുടെ 120%മാണ് നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത്. അതായത് 8 to 12 ആംസ് നമുക്ക് ഒരു 10 ആംസ് FLC ഉള്ള ഒരു മോട്ടറിന് നമുക്ക് 8 to 12 ആംസിൻ്റെ റേഞ്ചുള്ള ഒരു OLR ഉപയോഗിച്ചാൽ മതിയാവും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂടെ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും അപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് കാണാവുന്നതുമാണ്. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ ഓൾ.